ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ലോക മാതൃഭാഷാ ദിനം. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിനിൽ ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ്. മാതൃഭാഷാ ദിനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത ഈ ദിനം ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. 2008 ലോക ഭാഷാ വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഈ ദിനത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകുകയുണ്ടായി. 1952 ഫെബ്രുവരി 21 ബംഗ്ലാദേശിലെ ബംഗാളി ഭാഷാ പ്രസ്ഥാനത്തിന്റെ സമരത്തിലുണ്ടായ പോലീസ് വെടിവയ്പിൽ മരിച്ചവരുടെ സ്മരണ ബംഗ്ലാദേശ് ആചരിച്ചു വരുന്ന ഭാഷാ പ്രസ്ഥാന ദിനത്തിന് ഐക്യദാർഢ്യവും ആദരവും കൂടിയാണ് ഈ ദിനാചരണത്തിലൂടെ സാധ്യമാകുന്നത്. അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ വാർത്താ തരംഗിണിയോട്. യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ലോക ഭാഷാ ദിനം 2000 തൊട്ട് ആചരിച്ച് വരികയാണ്. അതിന്റെ പ്രധാനപ്പെട്ട സന്ദേശം, ഓരോ വർഷവും ലോക ഭാഷാ ദിനം ആചരിക്കുമ്പോൾ നാം ലക്ഷ്യം വെക്കുന്നത് വിവിധ ജനതയുടെ പ്രാദേശിക ഭാഷകളുടെ വികസനം ആണ്. അതുവഴി ഓരോ പ്രാദേശിക സംസ്കൃതിയും വികാസം പ്രാപിക്കുകയും അത് ആ വളർച്ചയിലൂടെ ലോക സംസ്കാരത്തിന്റെ പുതിയ മുഖം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഇതിന്റെ പിന്നിലുള്ള പ്രവർത്തനം. കാരണം ഓരോ ഭാഷയ്ക്കും, പ്രത്യേകിച്ചും ഓരോ ജനതയുടെ ഭാഷ, അതവരുടെ മാതൃഭാഷ എന്ന് നമുക്ക് പറയാം, അതിനൊരു സംസ്കാരവും അതിലൂടെയാണ് ആ ജനതയുടെ വികാരവും സംസ്കാരവും സൗന്ദര്യബോധവും ഒക്കെ ആവിഷ്കരിക്കപ്പെടുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ഏത് സാഹിത്യകാരന്റെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ കഴിയും, അവരുടെ മൗലികമായ സൃഷ്ടികൾ ഏറെയും രൂപം പ്രാപിച്ചിട്ടുള്ളത് അവരുടെ മാതൃഭാഷയിലൂടെയാണ്. ഇപ്പൊ ടാഗോർ ഗീതാഞ്ജലി എഴുതിയത് ബംഗാളിയിലാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുപോലെ മഹാത്മാഗാന്ധി എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന പുസ്തകം എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ്. അപ്പോ അതാത് ജനതയുടെ മാതൃഭാഷ, പ്രാദേശിക ഭാഷ അവരുടെ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്, ആവിഷ്കാരമാണ്. സ്വാഭാവികമായ ചിന്തകളുടെ സർഗവൈഭവത്തിന്റെ ആവിഷ്കാരം സംഭവിക്കണം എങ്കിൽ അവരുടെ മാതൃഭാഷയിൽ, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഭാഷയിൽ അത് ഇഷ്ടം പ്രാപിച്ചാൽ മാത്രമേ മതിയാവുകയുള്ളൂ എന്നുള്ളത് സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും ജനാധിപത്യ യുഗത്തിൽ ഭരണത്തിൽ പങ്കാളിത്തം ലഭിക്കണം എങ്കിൽ മാതൃഭാഷാ വികസനം കൂടിയേ തീരൂ. അപ്പോൾ സ്വാഭാവികമായ സർഗശേഷിയുടെ വികസനം ഒപ്പം ജനാധിപത്യ മൂല്യങ്ങളുടെ പരിപോഷണം ഒക്കെ സാധിക്കുന്നത് പ്രാദേശിക ഭാഷകളുടെ അല്ലെങ്കിൽ മാതൃഭാഷയുടെ വികസനത്തിലൂടെയാണ്. അതൊരു സങ്കുചിതമായ ചിന്താഗതിയായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ് പ്രത്യേകമായി ഓരോ വർഷവും നമ്മൾ എടുത്തു പറയുന്ന ആശയം എന്ന് പറയുന്നത്. ഓരോ വർഷവും ചിന്തയ്ക്ക് വേണ്ടി പുതിയ പുതിയ ആശയങ്ങൾ ഈ ലോക ഭാഷാത്തോട് ചേർന്ന് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ വെച്ചാൽ അതിരുകളില്ലാത്ത ഭാഷ. ഇപ്പോ മാതൃഭാഷ, എന്റെ മാതൃഭാഷ എനിക്ക് പ്രധാനം, പക്ഷേ അതുപോലെ തന്നെയാണ് മറ്റൊരു ജനതയുടെ ഭാഷ എന്ന് പറയുന്നത്. അത് തമ്മിൽ അതിരില്ല. വലിയ വിനിമയത്തിലൂടെ അതിന്റെ മറ്റുള്ളവരുടെ ഭാഷയുടെ മൂല്യം, സംസ്കാരം, സൗന്ദര്യം നാം ഉൾക്കൊള്ളുകയും നമ്മുടേത് മറ്റുള്ളവർ സന്നിവേശിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു മാനവികതയുടെ അടയാളമായിട്ടാണ് നിൽക്കുന്നത്, മാനവികതയുടെ വികസനത്തിന് ഉപകരണമായിട്ടാണ് ഭവിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്, നാം ഇങ്ങനെ പ്രാദേശിക അല്ലെങ്കിൽ മാതൃഭാഷ എന്ന് പറയുമ്പോൾ സങ്കുചിതമായ ഭാഷാഭിമാനം യാണോ ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണ തീർച്ചയായിട്ടും ഒഴിവാക്കണം. നമ്മുടെ ഭാഷയുടെ വികസനം, സ്വാഭാവികമായ സർഗശേഷികളുടെ വികസനം, അതോടൊപ്പം തന്നെ ഇതര ഭാഷകളുടെ വികസനവും നാം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ആ മനോഹരമായ പാരസ്പര്യത്തിലൂടെ സംഭവിക്കുന്നത് മഹത്തായ മാനവികതയുടെ വികസനമാണ് എന്നുള്ള ഒരു തത്വം തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നാം മറന്നുകൂടാ.
മാതൃഭാഷ ഏതൊരു വ്യക്തിയുടെയും വ്യക്തിത്വത്തിന്റെ ഭാഗം കൂടിയാണ്. ജന്മം സ്വീകരിച്ച് വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ അവൻ സർവ്വതിനെയും വിവേചിച്ചറിയാനും തരംതിരിച്ച് മനസ്സിൽ സൂക്ഷിക്കാനും അടിസ്ഥാനമാക്കുന്നത് തന്റെ മാതൃഭാഷയെയാണ്. അതിലുപരി ആദ്യമായി മാതാപിതാക്കളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ച ഭാഷ, ആദ്യമായി ഈശ്വരനെയും പ്രകൃതിയെയും മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും ഉപയോഗിച്ച ഭാഷ, അതിന്റെ പവിത്രതയും സ്ഥാനവും ഓരോ വ്യക്തിയെ സംബന്ധിച്ചും മഹത്വമാർന്നതാണ്. മലയാളം മിഷൻ ഡയറക്ടറും എഴുത്തുകാരിയും പ്രഭാഷകയുമായ പ്രൊഫസർ സുജ സൂസൻ ജോർജ് വാർത്താ തരംഗിണിയോട്. ലോക മാതൃഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ വലിയൊരു സമരത്തിന്റെ ചരിത്രമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ഉറുദു ഭാഷയ്ക്ക് വേണ്ടി നടത്തിയ യൂണിവേഴ്സിറ്റി, ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തിയ സമരം. അതായത് പഠന മാധ്യമം ഉറുദുവിലാക്കണം എന്നുള്ള സർക്കാരിന്റെ നിലപാടിനെതിരെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഭാഷയിൽ, ബംഗ്ലാദേശിന്റെ ഭാഷയിൽ തന്നെ പഠനം തുടരാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ്. അത് രക്തരൂഷിതമായ സമരമാവുകയും 4 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത അതിന്റെ അനുസ്മരണയ്ക്കായിട്ടാണല്ലോ UN ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 ആചരിക്കുന്നത്. അപ്പോ തീർച്ചയായും ഒരു 1970കൾ എടുത്തു നോക്കുമ്പോൾ ഭാഷകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ആയിരുന്നു അത്. ദൈനംദിനം എന്നോണം ഓരോ ഭാഷകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് UN ഇത്തരം ഒരു വലിയ നീക്കം നടത്തുന്നതും ലോകത്തെ ഭാഷകൾ സംരക്ഷിക്കാനുള്ള ഒരു ദിനമായി ഈ ദിനത്തെ കൊണ്ടാടുകയും ചെയ്യുന്നത്. ഇതിന്റെ ഫലമായി സിഡ്നിയിലും കാനഡയിലുമൊക്കെ മാതൃഭാഷയ്ക്ക് സ്മാരകങ്ങളൊക്കെ ഉയരുന്നുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്തായിട്ടാണ് നമ്മൾ ഈ ദിനം വിവിധ പരിപാടികളോടുകൂടി ആചരിക്കുന്നത്. മലയാളം മിഷൻ 2017 മുതൽ എല്ലാ ഫെബ്രുവരി 21 മലയാണ്മ എന്ന പേരിൽ മാതൃഭാഷാ ദിനം ആഘോഷിക്കുന്നുണ്ട്. എന്തായാലും മാതൃഭാഷ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ലോകത്ത് സംസ്കാരങ്ങൾ സംരക്ഷിക്കുന്നതിന് അനിവാര്യമാണ്. സംസ്കാരങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ വൈവിധ്യം സംരക്ഷിക്കുന്നതിന് അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉറപ്പായും ഈ ദിനം ഓരോ മാതൃഭാഷയും നമ്മൾ നമ്മുടെ ഹൃദയത്തുടിപ്പുകൾ എന്നവണ്ണം അത് സംരക്ഷിക്കാൻ ബാധ്യത ഒരു സമൂഹമായി കേരളീയ സമൂഹവും മാറേണ്ടതാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രൗഢവും സമ്പന്നവുമായ ഒരു ഭാഷയുടെ അനുഗ്രഹം സിദ്ധിച്ചവരാണ് നമ്മൾ. ഭാരതത്തിന്റെ ഭരണഘടനയിലെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാരതത്തിലെ 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുകൂടിയായ മലയാളത്തിന് 2013 മെയ് 23 ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുകയുണ്ടായി. നമ്മുടെ ഭരണഭാഷ കൂടിയായ മലയാളത്തിന്റെ പ്രസക്തി പക്ഷേ ഇന്ന് നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ കുറഞ്ഞു വരുന്നതായി ഒരു മിഥ്യാബോധം പലർക്കുമുണ്ട്. അത് സ്വന്തം സ്വത്വത്തോട് തന്നെ നാം മുഖം തിരിഞ്ഞു നിൽക്കുന്നതിന് തുല്യമാണെന്ന് പറയാതെ വയ്യ. വളർച്ചയുടെ ഘട്ടങ്ങളിൽ നാം സ്വായത്തമാക്കുന്ന മറ്റേതൊരു ഭാഷയിൽ സംവദിച്ചാലും നമ്മുടെ തലച്ചോർ സ്വന്തം മാതൃഭാഷയിൽ തന്നെയാണ് വിവരങ്ങൾ രേഖപ്പെടുത്തുകയെന്ന മനഃശാസ്ത്ര സത്യം തന്നെ മാതൃഭാഷ നമ്മിൽ ഉളവാക്കിയിട്ടുള്ള അനുപേക്ഷണീയവും അനിഷേധ്യവുമായ സ്വാധീനത്തെ വ്യക്തമാക്കുന്നു. ഭാരതത്തിലെ മറ്റേതൊരു ഭാഷയും എന്നതുപോലെ തന്നെ ഒരുപക്ഷെ പല ഭാഷയെക്കാളുമുപരി പ്രൗഢവും വിശാലവുമായ ഒരു സാംസ്കാരിക സാഹിത്യ സമ്പത്തിന്റെ രത്നാകരം കൂടിയാണ് മലയാളം. ഭാഷാപിതാവായ എഴുത്തച്ഛൻ തുടങ്ങിവച്ച ഭക്തി പ്രസ്ഥാനവും അതുവഴിയായി ഭാഷയ്ക്ക് ലഭ്യമായ അതിബൃഹത്തായ സാഹിത്യ സമ്പത്തും ഭാഷയുടെ ആത്മശക്തിയായി കൂടി നിലനിൽക്കുന്നു. തുടർന്നിങ്ങോട്ട് ഭാഷയെ സമ്പന്നമാക്കിയ കവികൾ എത്ര പിറന്നു അതിധന്യമായ ഈ മലയാള മണ്ണിൽ.
ഭാഷാപരമായ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും വളരെയധികം മലയാളത്തിന് മാറ്റുകൂട്ടിയിട്ടുണ്ട്. ഭാഷയെ അതിർവരമ്പുകളില്ലാതെ സ്നേഹിക്കുകയും സേവിക്കുകയും സമ്പന്നമാക്കുകയും ചെയ്ത മഹാകവികളും മഹാസാഹിത്യകാരന്മാരും നിരൂപകരും തുടങ്ങി വരും തലമുറയ്ക്ക് മലയാളം എന്ന സൌഭാഗ്യം ഒരു സാധന എന്ന പോലെ പകർന്നു നൽകിയ ശ്രേഷ്ഠരായ അധ്യാപകരും ഈ അഭിമാന ദിനത്തിൽ സ്മരിക്കപ്പെടേണ്ടവരാണ്. മാതൃഭാഷ അതൊരു വികാരം കൂടിയാണ്. നമ്മൾ മലയാളികൾ ഒരുപക്ഷെ മനഃപൂർവ്വം അന്യമാക്കിക്കൊണ്ടിരിക്കുന്ന മാതൃഭാഷയുടെ സൗന്ദര്യവും സ്ഥാനവും അതിനോട് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട വിധേയത്വവും മറ്റും കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നവരും കുറവല്ല. ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ വാർത്താ തരംഗിണിയോട്. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി കൊണ്ടാടാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് 1999 നവംബർ 17-നാണ്. ഈ തീരുമാനത്തിന് പിന്നിൽ നമ്മുടെ ഭാരതത്തിലുണ്ടായ ഒരു സംഭവമാണുള്ളത്. അത് ഭാരതത്തിലുള്ള സംഭവം എന്ന് മാത്രമല്ല, ഭരണഭാഷയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. 1952 ബംഗാൾ വിഭജനത്തെ തുടർന്ന് കിഴക്കൻ ബംഗാളിൽ ഉറുദു ഭരണഭാഷ ആക്കിയപ്പോൾ അവിടുത്തെ ജനങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ വലിയ പ്രക്ഷോഭത്തിനിറങ്ങി. ആ പ്രക്ഷോഭത്തെ തുടർന്ന് ഢാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് വെടിവെച്ച് 4 വിദ്യാർത്ഥികൾ കലാലയത്തിൽ മരിച്ചു വീണു. അത് 52 ഫെബ്രുവരി 21 ആ 52 ഫെബ്രുവരി 21 ഈ കലാപവും ഈ 4 വിദ്യാർത്ഥികളുടെ ജീവത്യാഗവുമാണ് ലോക മാതൃഭാഷാ ദിനമായി ഫെബ്രുവരി 21 കൊണ്ടാടാൻ 99 ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്നതിന് പ്രേരണ ആയത്. അപ്പോ ഭാരതത്തില് ഭരണഭാഷയ്ക്ക് വേണ്ടി ഭാഷയ്ക്ക് വേണ്ടി ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 52 തന്നെ ഒക്ടോബർ 19 OT ശ്രീരാമുലു തന്റെ ഭാഷയ്ക്കൊരു സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തുടങ്ങിയ നിരാഹാര സത്യഗ്രഹം 58-ാം ദിവസം അദ്ദേഹത്തിന്റെ ജീവത്യാഗത്തോടെയാണ് അവസാനിച്ചത്. പക്ഷേ ആ പ്രക്ഷോഭം തുടർന്നു. അതോടുകൂടി കേന്ദ്ര സർക്കാർ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയോഗിക്കുകയുമായിരുന്നു. ഇത് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഭാരതത്തിലെമ്പാടും നടന്ന് ഈ ഭാഷാമാറ്റത്തിന്റെ ആവശ്യകതയെ പറ്റി പറയുക. ഇന്നും ഗാന്ധിജിയുടെ സ്വപ്നം പൂവണിഞ്ഞിട്ടില്ല. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചു. 53 തന്നെ ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 56 ഐക്യകേരള ഉൾപ്പെടെ 16 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. പക്ഷേ ഇന്ന് ഭാരതത്തിലെ കോടതികളിലായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ജീവിതത്തിന്റെ മറ്റ് ഭരണ അവനവന്റെ ഭാഷ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നുള്ള നില സംജാതമായിട്ടില്ല. ഐക്യരാഷ്ട്രസഭ പാസാക്കിയ ഒരു പ്രമേയം അനുസരിച്ച് ലോകത്തിലെ ഏതൊരു പൗരനും അയാൾ ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും അയാളുടെ ഭാഷ, അതായത് മാതൃഭാഷ ഉപയോഗിക്കാൻ മൗലികമായ അവകാശമുണ്ട്. ഭാഷയുടെ പുരോഗതിക്കും അതിന്റെ സ്ഥാനം ജനങ്ങളുടെയും നിത്യവ്യവഹാരങ്ങളുടെയും ഇടയിൽ ഊട്ടിയുറപ്പിക്കുന്നതിനും സർക്കാർ തലത്തിൽ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് കേവലം പുരസ്കാരങ്ങളിലോ താമ്രപത്രങ്ങളിലോ സ്കോളർഷിപ്പുകളിലോ മാത്രമായി ഒതുങ്ങിക്കൂടാ. മാതൃഭാഷ പഠിച്ചവന്, അതിൽ പ്രാവീണ്യം നേടിയവന് അവസരങ്ങളും ആദരവും ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിനായി ദീർഘവീക്ഷണത്തോടെയുള്ള കൂടുതൽ പദ്ധതികളും പ്രോത്സാഹനങ്ങളും സർക്കാർ തലത്തിൽ തന്നെ ആരംഭിക്കണം. സമുദ്രം പോലെ പരന്നുകിടക്കുന്ന മലയാളത്തിന്റെ സാഹിത്യ സുഭഗത ഇനി വരും തലമുറയ്ക്ക് അന്യമായിക്കൂടാ. നാനാവഴിക്കും വെളിച്ചം വീശിയിട്ടുള്ള വിജ്ഞാനത്തിന്റെ ആ സുവർണ ഖനി അവർക്ക് മുന്നിൽ തുറന്നിടണം. അറിവ് മാത്രമല്ല, നമ്മുടെ ആത്മാഭിമാനം കൂടിയാണെന്ന ബോധ്യം നാം ഓരോരുത്തർക്കും ഉണ്ടാകണം. ഈ മണ്ണിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും സ്വന്തം ഭാഷയുടെ സമഗ്രതയിൽ അഭിമാനിക്കുകയും ആവേശം കൊള്ളുകയും ചെയ്യുന്നവരായി വളർന്നു വരാൻ ഇന്നിന്റെ ദിവസങ്ങളെ നാം ക്രിയാത്മകമായി രൂപപ്പെടുത്തിയെടുക്കേണ്ടതായുണ്ട്. മലയാള ഭാഷ തന്മാദക ഭംഗിനി മലർമന്ദഹാസമായി വിരിയുന്നു. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം വാർത്താ വിഭാഗം മേധാവി മയൂഷ AM. തയ്യാറാക്കിയത് ലക്ഷ്മി മോഹൻ. അവതരിപ്പിച്ചത് ബിന്ദു. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.